കള്ളപ്പണയിടപാടുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വസതിയിൽ ഇഡി റെയ്ഡ് പുരോഗമിക്കുകയാണ്. രാജ്യസഭാ MP ND ഗുപ്ത, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാർ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. അർജുൻ പീതാംബരം വിവരങ്ങൾ നൽകും. അർജുൻ, നേരത്തെ പറഞ്ഞു 12 ഇടങ്ങളിലാണ് പരിശോധന എന്ന്. ഓഫീസുകൾ, വീടുകൾ ഒക്കെയാണോ പരിശോധനയിൽ വന്നിരിക്കുന്നത്? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും രാജ്യസഭ MP ആയിട്ടുള്ള ND ഗുപ്ത, അയാളുടെ വസതി, മറ്റ് ഓഫീസ് സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിന്റെ വസതിയും മറ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ED റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡൽഹി ജൽ ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ വസതികളിലും ED റെയ്ഡ് തുടരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2015-17 കാലഘട്ടത്തിൽ ഈ ഡൽഹി ജൽ ബോർഡിലെ ടെൻഡർ നടപടിയുമായി ബന്ധപ്പെട്ട് നടന്ന ചില ക്രമക്കേടുകൾ, ചില കള്ളപ്പണ ഇടപാടുകൾ, കോഴ വാങ്ങിയെന്ന ആരോപണം, ഇതിന്റെ അടിസ്ഥാനത്തിലൊരു പരാതി, ആ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ യോഗ്യതയില്ലാത്തവർക്ക് 38 കോടി രൂപയുടെ ടെൻഡർ നൽകിയെന്ന ഒരു കേസുണ്ട്. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 31-ാം തീയതി ഡൽഹി ജൽ ബോർഡിന്റെ മുൻ ചീഫ് എഞ്ചിനീയറിനെയും മറ്റൊരു കോൺട്രാക്ടറെയും ഇതേ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി നേതാക്കളുടെ കൂടെ വസതികളിലേക്കും ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വ്യാപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തുടരെ റെയ്ഡ് ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഈ അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ള തരത്തിൽ ആം ആദ്മി പാർട്ടി പ്രതിരോധത്തിൽ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു BJPയുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യമാണ് ആം ആദ്മി പാർട്ടി ഒരു പ്രതികരണമായി ഇറക്കിയിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.